തെക്കൻ കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. വോട്ട് ഇടുന്നതൊക്കെ പൂർത്തിയായി. ഇനി 13-ന് വോട്ടെണ്ണലിലേക്ക് കടക്കുമെങ്ങനെ. ഇനി അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ വടക്കൻ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടും അവസാനിച്ചിരിക്കുന്നു. നാളെ മുതൽ നിശബ്ദ പ്രചാരണമാണ്. അങ്ങനെ നിരവധി തദ്ദേശ തിരഞ്ഞെടുപ്പ് വാർത്തകൾ ഉണ്ട്. അതിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. 70% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ തീരദേശ മേഖലകളിലും കനത്ത പോളിംഗ് നടന്നു. തിരുവനന്തപുരം ജില്ലയിൽ വഞ്ചിയൂർ, കരിമ്പം എന്നിവിടങ്ങളിൽ BJP CPM പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലെ ഒരു ബൂത്തിൽ, അതായത് ഭീമാപ്പള്ളി UP സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാണാം, വലിയ തരത്തിലുള്ള ക്യൂ ആണ് എനിക്ക് തൊട്ട് പിന്നിലുള്ളത്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഉച്ചയ്ക്ക് ശേഷം വലിയ തരത്തിൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമമേഖലകളിലും ഒപ്പം നഗരമേഖലകളിലുമൊക്കെ എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരം ദൃശ്യങ്ങൾ. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷം പോളിംഗിൽ കാര്യമായ തരത്തിലെ പുരോഗതി ഉണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും. അതേസമയം പോളിംഗിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് അല്പം കുറവ് കാണപ്പെടുന്നത്. ഉച്ചയ്ക്ക് ശേഷവും കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് പറയാം. കാരണം കഴിഞ്ഞ വർഷം ഏകദേശം 60% അടുത്ത് വരെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരമാവധി പോളിംഗ് എത്തിച്ചേർന്നിരുന്നത്. ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നീക്കവും മനസ്സിലാക്കാൻ കഴിയുക. അതേസമയം ഗ്രാമങ്ങളിൽ വലിയ തരത്തിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ആണ് വലിയ തരത്തിലെ പോളിംഗ് നടക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ കരിമം, അതുപോലെ തന്നെ വഞ്ചൂർ എന്നിവിടങ്ങളിൽ CPIM പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ നേരിയ തരത്തിൽ വാക്കേറ്റവും സംഘർഷവുമൊക്കെ ഉണ്ടായിരുന്നു. വഞ്ചിയൂരിൽ കള്ളവോട്ട് ചെയ്യാൻ CPIM ശ്രമിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു BJP പ്രവർത്തകർ വലിയ തരത്തിൽ പ്രതിഷേധിച്ച്. ഇതേ തുടർന്ന് റോഡ് ഉപരോധം ഉൾപ്പെടെ ഉണ്ടായി. പോലീസ് ഇടപെട്ട് വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലും കാര്യമായ തരത്തിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ ഗ്രാമമേഖലകളിലാണ് കൂടുതൽ പോളിംഗ്. കൊല്ലം കോർപ്പറേഷനിലും പോളിംഗിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലയിലാണ് തെക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ഇരു മുന്നണികളും വലിയ തരത്തിൽ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം നടത്തുന്നുണ്ട്. ഒപ്പം BJPയും കാര്യമായ തരത്തിൽ പ്രവർത്തകരെയും ഒപ്പം തന്നെ വോട്ടർമാരെയും ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വലിയ തരത്തിലുള്ള ഒരു പോളിംഗ് തീരദേശ മേഖലയിൽ നടക്കും നമുക്ക് എടുത്തു പറയാൻ കഴിയും. പ്രത്യേകിച്ചും ഈ തീരദേശ മേഖലയിൽ സാധാരണഗതിയിൽ വൈകുന്നേര സമയത്താണ് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നത്. ആലപ്പുഴയിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്നും ഷാൻ ജെയ്സിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. തലസ്ഥാനത്ത് രാവിലെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി പ്രമുഖർ. രാഷ്ട്രീയ